ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ നെയ്യമൃഗങ്ങളെ ഭക്ഷണമാക്കുന്ന വീഡിയോ പിടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഒരാൾ ഇവിടെ ഉണ്ട്. നിങ്ങളെ പേരെന്നാണ്? ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് ഇത്. അപ്പോൾ ഇതാ അവർ ഭക്ഷണം പാകം ചെയ്യുന്നതാണ്. അത് ഷാജി ചേട്ടൻ. ഉണ്ണിക്കുട്ടൻ. ഈ ചേട്ടനോ? മോനേട്ടാ, ഒന്ന് ഇങ്ങോട്ട് നോക്കി. ഇത് മോനേട്ടൻ. മറ്റേ ചേട്ടനോ? അഭിനേഷ്. വൈശാഖ്. ഇത് ആദിദേവേ, ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. വേണ്ട, ആദിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാചകം ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പൊ ഇതാ ഇവർ ഓലനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പായസാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അടപ്രഥമൻ. ഇത് സാമ്പാർ. ഇതോ രസം. കൂട്ടുകറിയാണ് ഇത്. ഇവര് കൂട്ടുകറി റെഡിയാക്കി വെച്ചതാണ്. നമ്മളോട് ഈ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കേൾക്കാം. ചേട്ടാ പറഞ്ഞോളൂ. പാതിരയാട് തൃച്ചംബരം നെയ്യമൃത് മഠം എന്നുള്ളത് കൊട്ടിയൂരിലേക്ക് നെയ്യാട്ടത്തിന് വേണ്ട നെയ്യ് തയ്യാറാക്കി കൊണ്ടുപോകുന്ന ഒരു മഠത്തിലെ 24 അംഗ സംഘം ആണ് നമ്മളുടെ ഈ തൃച്ചംബരം നെയ്യമൃത് മഠം നെയ്യമൃത് സംഘം. അപ്പോൾ കൊട്ടിയൂരിലെ ആദ്യത്തെ അഭിഷേകമായ നെയ്യഭിഷേകത്തിന് വേണ്ട നെയ്യ് തയ്യാറാക്കി നെയ്യ് എഴുന്നള്ളിച്ച് കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഘമാണ് നെയ്യമൃത് സംഘം. അപ്പോൾ പ്രക്കൂഴം തൊട്ട് നമ്മൾ വ്രതം തുടങ്ങും. പ്രക്കൂഴം തൊട്ട് വ്രതം തുടങ്ങിയാൽ 8 ദിവസം വീടുകളിൽ നിന്ന് കഞ്ഞി. അത് വീടുകളിലെ കഞ്ഞിക്ക് പെണ്ണുങ്ങളുടെ കഞ്ഞി എന്നാണ് പേര്. അപ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾ ശുദ്ധമായി വ്രതം എടുത്ത് നമുക്ക് കഞ്ഞി വെച്ച് തരുന്ന അത് കഴിച്ചുകൊണ്ട് 8 ദിവസം വ്രതം നോക്കും. അതിനുശേഷം 12 ദിവസം നമ്മൾ വിവിധ തറവാടുകളിൽ വേറെ വെപ്പ് എന്നുള്ള ഒരു ചടങ്ങ്. ഓരോ തറവാടുകളിലും പോയിട്ട് രാവിലത്തെ പ്രഭാത ഭക്ഷണം, ഉച്ചക്ക് കഞ്ഞി, രാത്രി അത്താഴം ഇതൊക്കെ കഴിച്ച് അവിടെ ഒരു യാഗത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ ആവുന്ന ഒരു ചടങ്ങാണ് വേറെ വെപ്പ്. വേറെ വെപ്പ് ചടങ്ങ് 12 ദിവസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഠത്തിൽ കയറുക. നമ്മുടെ സങ്കേതത്തിൻ്റെ പേര് മഠമാണ്. അപ്പോൾ നെയ്യമൃത് മഠത്തിൽ നമ്മൾ 1000 നാളിൽ മഠത്തിൽ കയറി. 1000 നാളിൽ മഠത്തിൽ കയറി അന്ന് ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ. അതിനുശേഷം മകന്നാളിൽ പിന്നെ കുളിച്ച് ചെനക്കുക എന്ന് പറയും. എല്ലാ ഭാഷകൾ ഒരു നാടൻ ഭാഷകളാണ് ഉണ്ടാവുക. അപ്പോൾ ജപിക്കുന്ന ഓങ്കാരം മുഴക്കുന്നതിനാണ് ചെനക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കുളിച്ച് ചെനച്ച് ഒരു അന്നത്തെ ദിവസം ചെനച്ച് പിന്നെ ദിവസം ഒക്കെ 3 നേരവും നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് പിന്നെ കൈത നൂലുകൊണ്ട് നൂലുണ്ടാക്കി അങ്ങനെ കുറേ ചടങ്ങുകൾ വേറെയുണ്ട്. അതൊക്കെ ചെയ്ത് കലശം കുളി എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിലേക്ക് നമ്മളെ പേർക്കുന്ന ഒരു ചടങ്ങാണ്. ഓരോ ചടങ്ങും ഓരോ ലെവലായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ കലശം കുളിച്ച് കഴിഞ്ഞാൽ ഒരു ദൈവത്തിലേക്കുള്ള ചടങ്ങ്. അപ്പോൾ നമ്പൂതിരിമാർ വന്ന് കലശം പൂജിച്ച് കലശപൂജ തലയിലൊഴിച്ച് കലശം കുളി എന്ന് പറയുന്നത്. കലശം കുളിച്ച് പിറ്റേ ദിവസം നമ്മൾ നെയ്യ് നിറച്ച് കെട്ടി അതിൻ്റെ അടുത്ത ദിവസം കൊട്ടിയൂരിലേക്ക് നെയ്യ് എഴുന്നള്ളിച്ച് യാത്ര. ആദ്യത്തെ ദിവസം പിന്നെ ഇടയാറ് നമ്പൂതിരിയുടെ ഒരു ഇല്ലത്ത് താമസിക്കും. രണ്ടാമത്തെ ദിവസം മണത്തണയിൽ നമ്മൾ താമസിക്കും. ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് താമസിക്കും. മൂന്നാമത്തെ ദിവസം ഒന്നിച്ച് കൂട്ടായി 100-150ഓളം മഠങ്ങൾ ഒന്നിച്ച് കൂട്ടായി വരിയായി കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്യും. അങ്ങനെ കൊട്ടിയൂരിൽ വൈകുന്നേരം ആകുമ്പോൾ എത്തും. 4 മണിയോടുകൂടി കൊട്ടിയൂരെത്തി വാളുവരവ് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടിയൂരിലേക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് നീങ്ങും.
അതിങ്ങനെ ഓരോ മഠങ്ങളുടെ കണക്കായി അങ്ങനെ വിളിക്കുന്ന സമയത്ത് നെയ്യാട്ടം കഴിഞ്ഞ് തിരിച്ചു വരും. ഇതാണ് നമ്മളുടെ ചടങ്ങുകൾ. ഇത് പരിപാവനമായ ഏറ്റവും ശക്തമായ ഒരു ചടങ്ങാണ് ഈ നെയ്യമൃത് എന്നുള്ള വ്രതം. ഒരു കഠിന വ്രതം തന്നെയാണ് ഇന്നത്തെ ശൈലിയിൽ ഈ ദിവസം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നെയ്യമൃതിനെ പറ്റിയിട്ടുള്ള വിശദമായി പറഞ്ഞു തന്നെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. തേങ്ങ വറുക്കുന്നതാണ് ഗൈസ്. അപ്പൊ ഇതാ കൂട്ടുകറിക്ക് വറുത്തിരുന്നാണ് ഗൈസ്. അങ്ങനെ ഉണ്ണിയാണ് നമ്മുടെ കൂട്ടുകറിക്ക് വറുത്തിരുന്നത്. ഇളക്കണം. നാരങ്ങാക്കറി. പച്ചടിക്ക് വറുത്തിരുന്നാണ് ഗൈസ്. പാല് പാനകാണ് ഇത്. അപ്പൊ അതിന് എന്നാന്ന് ചേർക്കണ്ടെന്നുള്ള പറയും. വെല്ലം, ഏലക്ക പൊടിച്ചത്, പിന്നെ കുരുമുളക്, ചുക്ക്, ഈ 3 സാധനങ്ങളും വെല്ലം അടക്കം ഉണ്ടാക്കുന്നതാണ്. അതൊരു ഔഷധമായിട്ടാണ് നമ്മൾ കഴിക്കാറ്. ഔഷധം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ആദ്യം വെള്ളം ഉരുക്കി നല്ലവണ്ണം ഇരിക്കാൽ അതിൽ കുരുമുളകിട്ട് പിന്നെ ഏലക്കപ്പൊടിയിട്ട് ചുക്ക് പൊടിയിട്ട് പരിപാടികളിലും ശിവഭഗവാന്റെ എല്ലാ പരിപാടികളിലും ഒരു പ്രധാന ഐറ്റമാണ് ഈ പാനകം. അടപ്രഥമൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബക്കലുണ്ടോ നോക്കടാ.
ഓം നമഃ ശിവായ. 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 ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനാണ് നെയ്യമൃതുകാർക്ക്. ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അപ്പോൾ ഓക്കെ ബൈ.